സനാതനധർമ്മത്തിൽ വിശ്വസിക്കാത്ത, ഈശ്വരനിൽ പോലും വിശ്വസിക്കാത്ത തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രേതത്തെ കാണുന്നുണ്ടോ? ഭൂതത്തെ കാണുന്നുണ്ടോ? ഉണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൻ്റെ ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൻ്റെ അഭിപ്രായമാണ്. ഏത് കാര്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? അതാണ് രസകരം. തിരുപ്പര കുണ്ട്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ദീപത്തൂണിൽ വിളക്ക് തെളിക്കണ്ട എന്ന് ശാഠ്യം പിടിക്കുന്നതുകൊണ്ട്, കോടതി വിധികളെ ലംഘിച്ചുകൊണ്ട്, കോടതി അലക്ഷ്യം കാണിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ദീപത്തൂണിൽ വിളക്ക് കത്തിക്കുന്നതിന് ഭയക്കുകയാണ്. അതായത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ അവിടെ ദീപത്തൂണിൽ വിളക്ക് തെളിക്കാനുള്ള അനുവാദം കോടതി കൊടുത്തിട്ടുണ്ട്. അത് ഒരു സിംഗിൾ ബെഞ്ചാണ് കൊടുത്തത്. ജസ്റ്റിസ് GR സ്വാമിനാഥൻ എന്ന ജഡ്ജിയാണ് നൽകിയത്. അദ്ദേഹം സനാതന ഹിന്ദുവിനെ അങ്ങനെ ബഹുമാനിക്കുന്ന ഒരാളൊന്നുമല്ല. ഹിന്ദു വിശ്വാസങ്ങളെ എതിർത്തു പോന്ന് പ്രസംഗിച്ചിട്ടുള്ള ഒരാളുമാണ്. ഒരു സംഘപരിവാറിൻ്റെ ആളല്ല. ഒരിക്കലും ആർക്കും പറയാൻ കഴിയാത്ത വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു പ്രാഡ്വിവാഹൻ. അദ്ദേഹം കൊടുത്ത വിധി അനുസരിക്കാതെ, അവിടെ ദീപത്തൂണിൽ വിളക്ക് കൊളുത്താൻ സമ്മതിക്കാതെ പോലീസിനെ അവിടെ വിട്ടിട്ട് അവിടെ വിളക്ക് തെളിക്കാൻ വന്ന ഭക്തജനങ്ങളെ തടഞ്ഞ സ്റ്റാലിൻ പറഞ്ഞത് അവിടെ ക്രമസമാധാന നില വഷളായി തീരുമെന്നാണ്. അവിടെ ആരാണ് ക്രമസമാധാന ചുമതല വഹിക്കേണ്ടത്? മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. അവരുടെ കൂട്ടുത്തരവാദിത്തം, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. പക്ഷെ സമ്മതിച്ചില്ല. അവിടെ പ്രശ്നമുണ്ടാകും. അതിന് ശേഷമാണ് സൂപ്പർ വിജയ് നടത്തിയ സമ്മേളനത്തിൽ 22 പേര് മരിച്ചത്. അവിടെ എവിടെ പോയി നിങ്ങളുടെ ക്രമസമാധാന നില? എല്ലാം ഭദ്രമായിരുന്നു അവിടെ. വിജയ്, സൂപ്പർ സ്റ്റാർ വിജയ്, അതിന് കുറ്റപ്പെടുത്തുന്നത് MK സ്റ്റാലിനെ തന്നെയാണ്. കരുണാനിധിയുടെ മകനായിട്ടുള്ള MK സ്റ്റാലിനെ തന്നെയാണ് രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നത്. കോടതികളും പ്രതിപക്ഷവും എല്ലാം അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്രയും അധികം ആളുകൾ വരുന്നിടത്ത് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടു. അതാണ് ഈ മരണത്തിൽ കലാശിച്ചത്. അതിൻ്റെ രക്തസാക്ഷികളാണ് അവിടെ മരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഇവിടെ ഭക്തന്മാർ ദീപം തെളിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ദീപം തെളിച്ച ഉടനെ സമാധാന പ്രശ്നം ഉണ്ടാവുമെങ്കിൽ അവിടെ വിളക്കുകളെ തെളിക്കാൻ പാടില്ലല്ലോ. വിളക്കുകളുണ്ട് അവിടെ മുഴുവൻ, തമിഴ്നാട് മുഴുവൻ ഒരു ഇരുണ്ട സംസ്ഥാനമായി നിലനിൽക്കേണ്ടതല്ലേ. ഇത് ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ അരുൾ, അത് ഒരു ഇമാജിനറി ആയിട്ടുള്ള കാര്യമാണെന്ന് കോടതി സഭ്യമായ ഭാഷയിൽ പറഞ്ഞു. ഭാവനാ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒരുതരം ഭ്രാന്താണെന്നർത്ഥം. കാരണം നമ്മൾ സത്യമല്ലാതെ, റിയാലിറ്റി അല്ലാതെ കാണുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഇമാജിനറി. അദ്ദേഹം ഭൂതാവിഷ്ടനെ പോലെ ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയാണ് എന്നാണ് കോടതി പറഞ്ഞത്. എൻ്റെ രത്ന ചുരുക്കം. പക്ഷേ എന്നിട്ടും അവിടെ വിളക്ക് തെളിക്കാൻ അനുവാദം കൊടുക്കാതെ അപ്പീലിന് വേണ്ടി പോയിരിക്കുകയാണ് സുപ്രീം കോടതിയിലേക്ക്. എന്തു വന്നാലും അവിടെ ഹിന്ദുക്കളെ കൊണ്ട് ദീപം തെളിക്കാൻ അനുവദിക്കുകയില്ല. അതികഠിനമായിട്ടുള്ള ശാഠ്യമാണ് അദ്ദേഹത്തിനും മകനും ഉള്ളത്. കാരണം ഈ സനാതന ധർമ്മത്തെ അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദു വിരുദ്ധർ തന്നെയാണ്, ഹിന്ദുക്കളെ അവിടെ ദീപം തെളിക്കാൻ അനുവദിക്കുകയില്ലെന്നൊരൊറ്റ വാശി ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ എടുത്തിരിക്കുകയാണ് ഈ മനുഷ്യൻ. എന്തു വന്നാലും അത് സമ്മതിക്കുകയില്ല. അവിടെ ക്രമസമാധാന പ്രശ്നമൊന്നും ഇല്ല. അവിടുത്തെ മുസ്ലിങ്ങൾ അവിടുത്തെ ഹിന്ദുക്കളുമായിട്ട് രമ്യതയിലാണ്. ക്രിസ്ത്യൻ മതക്കാരായിട്ടുള്ള CSIക്കാരുണ്ട്, അവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല.
കോടതി തന്നെ പറഞ്ഞു, അവർ തമ്മിലുള്ള ഒരു ഐക്യം പരുവപ്പെടുത്താനുള്ള അവസരമായിട്ടായിരുന്നു നിങ്ങൾ ഇതിനെ ഉപയോഗിക്കേണ്ടത്. അതിനു പകരം അവർ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് അടിക്കടി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് വേണ്ടി, അവരുടെ രാഷ്ട്രീയ ലോഭങ്ങൾക്ക് വേണ്ടി, അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. ഇതല്ലേ യഥാർത്ഥത്തിൽ വർഗീയത? എന്നിട്ട് ഹിന്ദു വിരുദ്ധതയെ മതേതരത്വമെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് അവർ ചെയ്യുന്നത്. ഞങ്ങൾ മതേതര മുന്നണി എന്ന് പറയുമ്പോൾ ഹിന്ദു വിരുദ്ധ മുന്നണി, അതാണ് അതിനർത്ഥം. അവരുടെ ചേതോ വികാരം, മനോനില എല്ലാം അങ്ങനെ പരുവപ്പെട്ടിരിക്കുകയാണ്. അതെന്തായാലും ശരി, ഇത് ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് വന്ന് ആരാധിക്കാനും വിളക്ക് കൊളുത്താനുമുള്ള അവസരം തൽക്കാലം തമിഴ്നാട് ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതിക്ക് ഇതിനകത്ത് മറ്റെന്തെങ്കിലും, സുപ്രീം കോടതി സ്റ്റാലിനെ പോലെ ഭൂതത്തെയോ അല്ലെങ്കിൽ പ്രേതത്തെയോ കാണാത്തത് കൊണ്ടും റിയാലിറ്റിയായി കാണുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ഇത് എൻഡോഴ്സ് ചെയ്യാനാണ്, ഈ വിധി സ്വീകരിക്കാൻ, അതേപടി സ്വീകരിക്കാനാണ് സാധ്യത കാണുന്നത്. പണം മുടക്കി വെറുതെ ഇപ്പോൾ തന്നെ കാലിയായിക്കൊണ്ടിരിക്കുന്നുവെന്ന് സ്റ്റാലിൻ തന്നെ പറഞ്ഞ ആ ഖജനാവ് വീണ്ടും കാലിയാക്കാം എന്നുള്ളതിനപ്പുറം ഇതുകൊണ്ടൊരു ഫലം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം നേരെ ചൊവ്വേ ചിന്തിക്കുന്നവർക്ക്, സത്യസന്ധമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനൊരു തീരുമാനത്തിലെത്താനേ കഴിയൂ. ആ ദീപത്തൂണെന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ തന്നെയാണെന്ന് തമിഴ്നാട്ടിലെ പുരാവസ്തു കേന്ദ്രം പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ പിന്നെ അവിടെ യാതൊരു കോൺഫ്ലിക്റ്റിനും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് വെറുതെ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ് വർഗീയ വൈരം ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ളതാണ്. കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, അതായത് അവിടുത്തെ ക്രമസമാധാന നില ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ദീപത്തൂണിൽ വിളക്ക് തെളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവിടുത്തെ ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ അത് അനുസരിക്കും എന്ന് തന്നെ അനുസരിച്ചേ പറ്റൂ. ആ തരത്തിൽ അവിടെ ഒരു വർഗീയമായിട്ടുള്ള മൈത്രി, ഒരു മതമൈത്രി, അതിൻ്റെ ദീപം തെളിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വേറെ മാർഗങ്ങളില്ല. പിന്നെ അഭിമാന പ്രശ്നമായിട്ട് ഗവൺമെൻറ് ചെലവിലാണല്ലോ സുപ്രീം കോടതിയിൽ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ കുറേ പണം ചെലവാക്കാം, അങ്ങനെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ MK സ്റ്റാലിൻ്റെ ഗവൺമെൻറ്. അതിൻ്റെ പതനത്തിൻ്റെ ആരംഭം തന്നെയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയിച്ച് വേണ്ട. എന്ന് വെച്ചാൽ ഈ DMKക്ക് വോട്ട് കൊടുക്കുന്നതിൽ മഹാഭൂരിപക്ഷവും നിശബ്ദ ഭൂരിപക്ഷവും എല്ലാം ഈ മുരുകനെ ദൈവമായിട്ട് മുറുക എന്ന് വാഴ്ത്തുന്നവരാണ്. ഇനിയിപ്പോൾ സ്റ്റാലിനെ അവർ വാഴ്ത്തുന്ന പരിപാടി അങ്ങ് നിർത്തും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതിശക്തമായിട്ടുള്ള പ്രഹരമാണ് കേരളത്തിലെ സ്റ്റാലിനേറ്റ പ്രഹരമുണ്ടല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഒരിക്കലും മറക്കാനാവാത്ത പ്രഹരം. അതുമാതിരി ഒരു പ്രഹരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനെ കാത്തിരിക്കുന്നത്. ഉടൻ തന്നെ വരികയാണ്, ഒരു അധികം ദിവസങ്ങളില്ല ഇനി തെരഞ്ഞെടുപ്പിന്. അപ്പോൾ വിനാശകാലി വിപരീത ബുദ്ധിയാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ദീപം തെളിയും, വെളിച്ചം തെളിയും, മതമൈത്രിയുടെ വെളിച്ചം തെളിയും. ഇരുട്ടിൽ നിന്ന് തമിഴ്നാട് മക്കൾക്ക് ഒരു മോചനം ലഭിക്കും. തമസോമ ജ്യോതിർഗമയ. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.